സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷഫലം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ എന്താണെന്ന് നോക്കാം. ഈ ഒരു മാസം തൃക്കേട്ട നക്ഷത്രം ഇന്ന് 1201 ആണ്ട് കുംഭമാസം 20 ബുധനാഴ്ച 2026 മാർച്ച് 11. അപ്പോൾ കുംഭമാസത്തിൽ ഈ തൃക്കേട്ട നക്ഷത്രം 38 നാഴിക 26 നാഴിക ഉണ്ട്. അതായത് ഇന്ന് പകൽ മുഴുവനുണ്ട്. അപ്പോൾ പൊതുവെ ചാരവശാലും പ്രശ്ന വിചാരവശാലുമാണ് ഇത് ഫലം പറയുന്നത്. പൊതുവായൊരു ഫലമാണ്. ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതുവെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു മനോവിഷമത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ. അപ്പോൾ അതിന് നമ്മുടെ കുടുംബപരമായ ക്ഷേത്രമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം പോകുന്ന ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് പോയി ഒരു നാളികേരം മുട്ടരയ്ക്ക് യഥാസ്ഥിതി വഴിപാടുകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. പൊതുവെ മാനസികമായിട്ട് അല്പം ടെൻഷനിലാണ്, വിഷമത്തിലാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വീടിൻ്റെ കിണറിനോൻ്റെ മുൻഭാഗത്തായിട്ട്, കിണറിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ കിണറിൻ്റെ പരിസരത്തായിട്ട് അഗ്നിയുടെ സാന്നിധ്യം വളരെയധികം ഉണ്ട്. കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള അതിന് മുന്നിലായിട്ട്, അതായത് കുടുംബപരമായിട്ട് വീടിൻ്റെ വാസ്തു ജാതകം നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ജാതകമുണ്ട് നമ്മൾ വസിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് എനർജി വരുന്നതായിട്ടാണ് കാണുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഇന്നത്തെ ഈ ഇത് കാണുന്നവർക്ക് പൊതുവെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അഗ്നി ഇടുന്ന സ്ഥാനം ഒന്ന്, അത് എല്ലാം ചിലപ്പോൾ ചപ്പുചവറുകൾ കൂട്ടി വിടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ കുമിഞ്ഞു കൂടി കിടക്കുക, ചാരം അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ പോലെ വിറക് ഉണങ്ങി അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട അത് കൂട്ടി ഇടുക. അപ്പോൾ ആ സ്ഥാനം നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്ന സ്ഥാനമായിട്ട് കാണുന്നു. അതിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മുഖത്ത് ഭയങ്കര അസ്വസ്ഥത, മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതേപോലെ കാലിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ചെയ്യേണ്ടത് എത്രയാണ്, വീടിൻ്റെ ജാതക ഫലം നമുക്ക് ശുഭകരമാക്കാൻ, ആ വീടിനെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ, വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള കിണർ പോലെയുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിന് സമീപമുള്ള അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലേക്ക് തീ കൂട്ടുക, അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു മരം വെട്ടിയിട്ട് അതിൻ്റെ കുറ്റി അല്ലെങ്കിൽ വിറകുകൾ കൂട്ടിയിട്ടതൊന്ന് ആ ഭാഗത്തുനിന്ന് മാറ്റിയിടുക. തീയാണ് ഇടുന്നതെങ്കിൽ അവിടെ നിന്ന് മാറ്റി ഒന്ന് തീയിടുക. അതൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിന് ഭയങ്കര വിഷമമുണ്ടെന്ന് മാത്രമല്ല, ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളൊരു അതൊരു മനോവിഷമം. അപ്പോൾ പക്ഷേ നല്ല സമയം വന്നിരിക്കുകയാണ് മുന്നോട്ട് കാര്യങ്ങൾ നടക്കാനുള്ള. ആ മനോവിഷമം ഈ ഒരു ജലം ശുദ്ധിയാക്കുക. ആ ജലം ഒന്ന് ശുദ്ധിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനോവിഷമത്തിന് മാറ്റമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ധനപരമായിട്ട് അഭിവൃദ്ധി, നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന പൈസ കിട്ടാതെ തടസ്സമായി കിടന്നിരുന്ന പൈസ കൂടി കിട്ടാനുള്ളൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നെഗറ്റീവ് എനർജി വീടിനെ സ്വാധീനിക്കണ്ട എന്നുള്ള രീതിയിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആത്മീയമായിട്ട് കുറച്ച് ഉന്നതി, കാരണം ഒരു മനോവിഷമവും കാര്യങ്ങളും ആത്മീയ ചൈതന്യത്തെ കുറച്ച് കുറയ്ക്കും. ആത്മീയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പവറുണ്ട്, ഒരു തേജസ് ഉണ്ട് എല്ലാവർക്കും. പക്ഷേ അധികമായ മനോവിഷമവും ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ തേജസ് വളരെ ഒന്ന് ചുരുങ്ങി ഒന്ന് കുറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പ്രാർത്ഥനാദി കാര്യങ്ങൾ കൊണ്ട് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ശിവഭജനം, ശിവക്ഷേത്രത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പറ്റുന്ന സമയങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഒരു വിളക്ക് കഴിപ്പിക്കുക. ആത്മീയമായ ചൈതന്യം ഉണരട്ടെ, മനോവിഷമത്തെ തരണം ചെയ്യാനുള്ള ആ ഒരു വഴി തുറക്കട്ടെ. ആത്മീയമായിട്ട് തളർന്നിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ തളരും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചെയ്യുക. തൃക്കേട്ട നക്ഷത്രക്കാർ മാത്രമല്ല, ഈ ഒരു വീഡിയോ കാണുന്നവർ ഇന്നത്തെ ഒരു ഫലം പറയുകയാണ്. അപ്പോൾ ഇതിന് നിങ്ങളിത് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ധനപരമായ അഭിവൃദ്ധിയും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനും, ഒരു വീടിൻ്റെ ഒരു പണി പൂർത്തിയായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങാനും ഒക്കെ നല്ലൊരു ശുഭകരമായൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ മുടങ്ങാതെ ചെയ്യുക. ദേവീ ഭജനവും നാളികേരം മുട്ടിറക്കുക, അതുപോലെ ശിവക്ഷേത്രത്തിൽ പറ്റുന്ന ദിവസങ്ങളിലൊന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ച്
ഇളനീർധാര കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു വിളക്ക് കഴിപ്പിക്കുക. ആത്മീയ തേജസ്സിനെ ഉയർത്തുക. അതുപോലെ നല്ല ഒരു നാമജപം കാര്യങ്ങളും ചൊല്ലിക്കൊണ്ട് ആത്മീയ തേജസ്സിനെ ഉയർത്തുക. ഞാൻ മുൻപ് പറഞ്ഞ ആ രീതിയും ചെയ്യുക. നേരിട്ട് നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ 62 38 18 98 47 ഇതിൽ മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ ജാതകം അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രശ്നവിചാരം സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.